നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു പത്മഭൂഷണുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അർഹതപ്പെട്ടവർക്കെല്ലാം കിട്ടി, അർഹതപ്പെടാത്തവർക്കും കിട്ടി. നമുക്കതിനെക്കുറിച്ച് വിശദമായി ഒന്ന് പരിശോധിച്ച് നോക്കാം എന്തൊക്കെയാണ് സംഭവം. വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ പുരസ്കാരം ലഭിക്കാൻ അർഹതയുണ്ടോ എന്ന് കേരളീയ സമൂഹത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾക്കും വ്യത്യസ്ത അഭിപ്രായങ്ങൾക്കും വഴിതെളിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള പ്രധാന വാദങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ധാരാളം വാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലേതൊക്കെയാണ് നമുക്ക് ഉൾക്കൊള്ളേണ്ടത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അനുകൂലിക്കുന്നവരുടെ വാദങ്ങൾ ആദ്യം നമുക്കൊന്ന് നോക്കാം. സാമൂഹിക പരിഷ്കരണം. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിന്റെ, അതായത് SNDP ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ പിന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ മറക്കാനാവാത്തതാണ്. വിദ്യാഭ്യാസ മേഖല നോക്കിയാലോ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കേരളത്തിലുടനീളം നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പ്രൊഫഷണൽ കോളേജുകളും ആരംഭിച്ചു. ഇത് പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ സഹായിച്ചു. സംഘടനാപരമായ വളർച്ച എന്താണെന്ന് നോക്കിയാൽ SNDP യോഗത്തെ സാമ്പത്തികമായും സംഘടനാപരമായും ശക്തിപ്പെടുത്തുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതാണ്. അനുയായികൾ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഒരുപക്ഷെ ആയിരിക്കാം. ഇനി നമുക്ക് പ്രതികൂലിക്കുന്നവരുടെ വാദങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അതും വേണ്ടേ? വിവാദങ്ങൾ പറയുന്നത് മൈക്രോ ഫിനാൻസ് അഴിമതി ആരോപണം ഉൾപ്പെടെയുള്ള കേസുകൾ അദ്ദേഹത്തിനെതിരെ നിലവിലുണ്ട് എന്നത് പ്രധാനമായ ഒരു വിമർശനമാണ്. വർഗീയ പരാമർശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പലപ്പോഴും അദ്ദേഹം നടത്തുന്ന പ്രസ്താവനകൾ വർഗീയ ധ്രുവീകരണത്തിന് കാരണമാകുന്നുണ്ടെന്ന് രാഷ്ട്രീയ എതിരാളികളും സാമൂഹിക പ്രവർത്തകരും ആരോപിക്കുന്നുണ്ട്. അർഹതയെക്കുറിച്ചുള്ള തർക്കം എന്താണെന്ന് നോക്കിയാൽ, പത്മ പുരസ്കാരങ്ങൾ നൽകുന്നത് കല, സാഹിത്യം, ശാസ്ത്രം, പൊതുപ്രവർത്തനം തുടങ്ങിയ മേഖലകളിൽ നിസ്തുല്യമായ സേവനം കാഴ്ചവെക്കുന്നവർക്കാണ്. വെള്ളാപ്പള്ളിയുടെ പ്രവർത്തനങ്ങൾ ഒരു പ്രത്യേക സമുദായത്തിന് കേന്ദ്രീകരിച്ചുള്ളതാണെന്ന്, അതും ഇതൊരു ദേശീയ പുരസ്കാരത്തിന് അർഹമല്ലെന്നുള്ളതാണ് ഒരു വിഭാഗം വാദിക്കുന്നത്. ചുരുക്കത്തിൽ ഒരു വിഭാഗം അദ്ദേഹത്തെ പിന്നോക്ക വിഭാഗങ്ങളുടെ നവോത്ഥാന നായകനായി കാണുമ്പോൾ, മറുവിഭാഗം അദ്ദേഹത്തിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങളും വർഗീയ നിലപാടുകളും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക സമിതിയാണ് ഇത്തരം പുരസ്കാരങ്ങൾ നിശ്ചയിക്കുന്നത് എന്നതിനാൽ രാഷ്ട്രീയ നിലപാടുകളും ഇതിൽ നിർണായകമാകാറുണ്ട്. ഇനി NSS SNDP ഐക്യം പൊളിഞ്ഞതെങ്ങനെയാണെന്ന് നോക്കിയാലോ. അത് സുകുമാരൻ നായർ BDJSനെ പിന്തുണയ്ക്കണമെന്ന് ഉള്ള SNDPയുടെ ആവശ്യത്തെ തുടർന്നാണ്. BDJS മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ പിന്തുണ വേണമെന്നായിരുന്നു SNDPയുടെ ആവശ്യം. തുഷാർ വെള്ളാപ്പള്ളിയെ ദൂതനാക്കിയതും ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു. ഈ വിഷയം സുകുമാരൻ നായർ തന്നെയായിരുന്നു NSS കൗൺസിലിൽ അവതരിപ്പിച്ചത്. സുകുമാരൻ നായരെ പല ഘട്ടങ്ങളിലും നമ്മൾ വിമർശിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് അദ്ദേഹത്തോട് ഒരു വലിയ ആദരവ് തോന്നിയത്. കാരണം കേരളത്തിന്റെ ബഹുസ്വര സമൂഹത്തെ ആഴത്തിൽ പിളർത്തിക്കൊണ്ട് സംഘപരിവാരത്തിന് മണ്ണൊരുക്കുന്ന വെള്ളാപ്പള്ളി നടേശന്റെ ആസൂത്രിത ശ്രമങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് കൃത്യസമയത്ത് ഒരു നിലപാടെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതിലാണ് സുകുമാരൻ നായർ ഇവിടെ വിശിഷ്ടനാകുന്നത്. വെള്ളാപ്പള്ളി പറയുന്ന
നായാടി മുതൽ നസ്രാണി വരെയുള്ള ഐക്യമുദ്രാവാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രത്യേക സമുദായത്തെ മാറ്റി നിർത്തി വിദ്വേഷ രാഷ്ട്രീയം കൊണ്ട് ഒറ്റപ്പെടുത്തുക, അത് ആളിക്കത്തിക്കുക എന്നത് മാത്രമാണ്. ആർക്കും മനസ്സിലാക്കാവുന്നതേയുള്ളതൊക്കെ. നായർ ഈഴവ ഐക്യം എന്നതിനൊപ്പം നസ്രാണി കൂടി ചേർക്കപ്പെടുന്നതിലെ രാഷ്ട്രീയം കൃത്യമാണ്. അതിലെ അജണ്ട വ്യക്തമാണ്. അതിൻ്റെ ആത്യന്തിക ബെനിഫിഷ്യറി സംഘപരിവാരമായിരിക്കും എന്നതും ഉറപ്പ് തന്നെയാണ്. കേരള ചരിത്രം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത വിധം ഈ സാംസ്കാരിക ഭൂമിയെ നെടുകെ പിളർത്തുക എന്ന ലക്ഷ്യമാണ് അതിൻ്റെ പിന്നിലുള്ളത്. CPM-ന്റെ ഈഴവ വോട്ട് ബാങ്കിനെ തന്നെ അടിമേൽ മറിച്ച് സംഘപരിവാരത്തിൻ്റെ കാൽക്കലെത്തിക്കാനുള്ള ദീർഘമായ പ്രോജക്റ്റ് കൂടിയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ നടത്തുന്നത്. പത്മഭൂഷൺ പുരസ്കാരം ആ പ്രോജക്റ്റിന് കിട്ടിയ ഉപഹാരമാണ്. അയാളുടെ പൊട്ടൻഷ്യൽ തിരിച്ചറിഞ്ഞ് സംഘികൾ അയാൾക്ക് പത്മഭൂഷൺ സമ്മാനിക്കുമ്പോൾ അഭിനന്ദിക്കുവാൻ ഓടിയെത്തുന്നതിൽ മുൻപന്തിയിലുള്ളത് സഖാക്കളാണെന്ന് ഈ നൂറ്റാണ്ടിൻ്റെ തന്നെ ഏറ്റവും വലിയ ഒരു ഈ വിഷയം കലക്കലിന് മുഴുവൻ മണ്ണൊരുക്കി കൊടുക്കുന്നതും അവർ തന്നെയാണെന്നും വിധിയുടെ മറ്റൊരു വൈരുദ്ധ്യം തന്നെയാണ്. അതെന്തുമാകട്ടെ, കേരളത്തെ ഒരു വർഗീയ ഭ്രാന്താലയമാക്കാനുള്ള വെള്ളാപ്പള്ളിയുടെ പ്രോജക്റ്റിനെ കൃത്യസമയത്ത് തിരിച്ചറിഞ്ഞ് ആ പ്രോജക്റ്റിൽ നിന്ന് പിന്മാറുകയാണ് സുകുമാരൻ നായർ ചെയ്തിരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ കാര്യം. നാളെ എന്ത് സംഭവിക്കും എന്നോ തീരുമാനങ്ങൾ വീണ്ടും മാറി മറിയുമോ എന്നൊന്നും നമുക്കറിയില്ല. എങ്കിലും ഒരു കാര്യം ഇപ്പോൾ പറഞ്ഞേ മതിയാവും. ഈ ഐക്യനീക്കത്തിൽ നിന്ന് ഞങ്ങൾ പിന്നോട്ട് പോകുന്നു എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പ്രഖ്യാപിച്ച ആ വാക്കുകളുണ്ടല്ലോ, അതൊരു ചരിത്രപരമായ പ്രഖ്യാപനമാണ്. കേരളമായി നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ മനുഷ്യസ്നേഹികളും സുകുമാരൻ നായരും NSSനെയും ഈ വേളയിൽ അഭിനന്ദിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായും NSSന് അഭിനന്ദനങ്ങൾ. അപ്പോൾ ഈ പത്മഭൂഷൺ വെള്ളാപ്പള്ളിക്ക് യോജിച്ചതോ അല്ലയോ എന്ന് നമുക്ക് ഒരു തിരിച്ചറിവുണ്ടായിട്ടുണ്ടാവും. വെള്ളാപ്പള്ളി മുൻപ് പറഞ്ഞ ഒരു വീഡിയോയും കൂടി ഞാൻ ഇതിനോടൊപ്പം ചേർക്കാം, കണ്ടോളൂ. ഒരു പത്മഭൂഷൺ നല്ല വിലയുണ്ടാണ്. അത് കാശ് കൊടുത്താൽ കിട്ടുന്ന സാമാനമായിട്ട് മാറിയില്ലേ? അതിനൊക്കെ അന്തസ്സുണ്ടായിരുന്നു, കാലം ഉണ്ടായിരുന്നു. പത്മഭൂഷൺ ഏത് പട്ടിക്ക് വേണം? ഞാൻ തരാന്ന് പറഞ്ഞാൽ ഞാൻ മേടിക്കല്ല. ഞാൻ വല്ല അവാർഡ് മേടിച്ചാൽ നിങ്ങൾ കേൾക്കും. പല അവാർഡുകൾക്കും വരുന്നുണ്ട്, നോ എന്ന് പറയും.